സോണിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സിലെ ഏറ്റവും പുതിയതും ഏറെക്കുറെ അവസാനത്തതുമായ സിനിമയാണ് ഇന്ത്യയിൽ ഈ ന്യൂ ഇയറിന് റിലീസായിട്ടുള്ള ക്രേവൻ ദി ഹണ്ടർ. ഒരു തരത്തിലും നമ്മളെ പിടിച്ചിരുത്താത്ത വളരെ ഡള്ളായ ഒരു പടമാണ് ക്രേവൻ. ഈ യൂണിവേഴ്സിലെ മറ്റ് സിനിമകളായിട്ടുള്ള മോർബിയസും മാഡം വെബും പോലെ സ്പൈഡർമാൻ യൂണിവേഴ്സിലെ കഥാപാത്രങ്ങളെ വെച്ച് ഒരു പടം എടുക്കണമല്ലോ എന്നതുകൊണ്ട് എടുത്തു വെച്ച പോലെയുള്ളൊരു സിനിമ മാത്രമാണ് ഇതും. കോമിക് ബുക്കുകളിലെ കഥാപാത്രത്തെ അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള ആളൊന്നും അല്ല ഞാൻ. പക്ഷേ ക്രേവൻ ദ ഹണ്ടർ കാണുമ്പോൾ സ്ഥിരം കാണുന്ന ത്രില്ലറുകളിലുള്ള അതേ സാധനങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. സൂപ്പർ ഹീറോ എലമെന്റുകൾ ഉണ്ടായിട്ടും നമ്മളെ പിടിച്ചിരുത്തുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഒന്നും തന്നെ സിനിമയിൽ കൊണ്ടുവരാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നില്ല. സെർഗേയ് ക്രെവിനോഫ് എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ കഥയാണ് നമ്മൾ തുടക്കത്തിൽ കാണുന്നത്. മെയിൽ ഈഗോ നല്ലപോലെയുള്ള നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അച്ഛനും സെർഗേയെ വളരെയധികം സ്നേഹിക്കുന്ന ദിമിത്രി എന്ന ഹാഫ് ബ്രദറുമാണ് അയാൾക്കുള്ളത്. വേട്ടക്കാരന്മാരെ കുറിച്ചുള്ള അച്ഛൻ്റെ ഫിലോസഫികൾ ഒരിക്കലും സെർഗേയെ ആകർഷിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഹണ്ടിങ് യാത്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സെർഗേയെ പ്രേരിപ്പിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ ചെയ്തികൾ കാരണം അനിയൻ കുഴപ്പത്തിൽപ്പെടുമ്പോൾ ഇപ്പോൾ വിജിലാൻഡി ആയിട്ട് ക്രേവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സെർഗേ അതിൽ ഇടപെടുന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഫ്രഷായിട്ട് കഥ പറയാനുള്ള താല്പര്യക്കുറവ് ആദ്യത്തെ ഫ്രെയിം തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജയിൽ പശ്ചാത്തലമായിട്ടുള്ള സിനിമകളിൽ സ്ഥിരം കണ്ടിട്ടുള്ള പരിപാടിയിൽ നിന്നാണ് പടം തുടങ്ങുന്നത്. പിന്നീട് ഒരു സെറ്റ് പീസിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലാഷ് ബാക്കിലേക്ക് സിനിമ പോകുന്നത്. ഇവിടെയെല്ലാം കഥ ചുമ്മാ പറഞ്ഞു പോവുക എന്നല്ലാതെ ആളുകളെ പിടിച്ചിരുത്താൻ പാകത്തിന് അവതരണത്തിൽ യാതൊരു വ്യത്യസ്തതയും കൊണ്ടുവരാൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല. നീതി നടപ്പാക്കുന്ന മഹാനായിട്ടുള്ള നായകനെ കാണിക്കുന്ന സീനുകളും ഇത് കഴിഞ്ഞു വരുന്നുണ്ട്. വില്ലന്റെ കഥയിലേക്ക് ക്രേവൻ കയറി വരുന്നത് അയാൾ ഒരു ബുക്ക് എടുത്ത് എന്നാൽ ഞാൻ ഇതിലെല്ലാവരെയും കൊന്നേക്കാം എന്ന് പറയുന്ന പോലെ വളരെ കാഷ്വൽ ആയിട്ടാണ്. മോശം പാരന്റിങ്, വന്യജീവി സ്നേഹം, ഒറ്റപ്പെട്ടുപോയ അനിയൻ, ഈ സൈസ് ഡ്രമാറ്റിക് ട്രോപ്പുകൾ വളരെ ഇൻ യുവർ ഫേസ് രീതിയിലാണ് സിനിമ അവതരിപ്പിക്കുന്നത്. അച്ഛൻ ഉണ്ടാക്കി വെച്ച പണിയിൽ ക്രേവൻ എത്തിപ്പെടുന്നതിൻ്റെ കാരണം സിനിമയുടെ അവസാന ഭാഗത്ത് എത്തുമ്പോൾ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഒരു സ്റ്റുഡിയോയിൽ പിച്ച് ചെയ്താൽ അവരത് എന്തായാലും ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറയും. ഈക്വലൈസർ രചയിതാവ് റിച്ചാർഡ് വെങ്ക് എഴുതുകയും ആർട്ട് മാർക്കും മാറ്റ് ഹോളോവേയും റീറൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള സിനിമ ക്ലീഷേകളുടെ ഇടയിൽ നിന്നും മാറി നിൽക്കാൻ നല്ലപോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. റൈനോ, ഫോറിനർ തുടങ്ങി ഒന്നിലധികം വില്ലന്മാർ ഉണ്ടായിട്ട് പോലും പ്രേക്ഷകരിൽ ആ കഥാപാത്രങ്ങൾ തകർക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നില്ല. ഫോറിനറിന് അവസാനം സംഭവിക്കുന്നതൊക്കെ ഒരർത്ഥത്തിൽ കോമഡിയാണ്. റൈനോയുടെ VFX പറയാതിരിക്കുന്നതാണ് ഭേദം. മൊത്തത്തിൽ ഈ സിനിമയുടെ CGI വർക്കുകൾ അത്ര മെച്ചമില്ല, പ്രത്യേകിച്ച് വെളിച്ചമുള്ള ഷോട്ടുകളിലുള്ള CGI വർക്ക്. വെനം ഫ്രാഞ്ചൈസിലുള്ള സിനിമകളിൽ കാണിച്ചിട്ടുള്ള വയലൻസ് പ്രേക്ഷകർ സ്വീകരിച്ചതുകൊണ്ടായിരിക്കണം ഇതിലെ ആക്ഷൻ സീക്വൻസുകൾ വളരെ ഗോറി ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒന്നിനും തന്നെ ഓർത്തിരിക്കത്തക്ക ഒരു ചാം ഉണ്ടായിരുന്നില്ല. ഒരു സീനിൽ ക്രേവൻ ഹെലികോപ്റ്റർ തടയാൻ നോക്കുന്നതൊക്കെ സിവിൽ വാറിൽ ക്യാപ്റ്റൻ അമേരിക്ക ചെയ്തതിൻ്റെ ബീറ്റ വേർഷൻ പോലെ ഉണ്ടായിരുന്നു. ആരോൺ ടൈലർ ജോൺസൺ ക്രേവൻ എന്ന കഥാപാത്രത്തിന് വേണ്ട ബോഡിയും ആറ്റിറ്റ്യൂഡും കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. റഷ്യൻ ആക്സെൻ്റുള്ള ക്രൂരനായ ഈഗോ അങ്ങേയറ്റമുള്ള ഗാങ്സ്റ്ററായി റസൽ ക്രോ അനായാസം അഭിനയിച്ചു. ഫ്രെഡ് ഹെച്ചിംഗർ അവതരിപ്പിച്ച ദിമിത്രി എന്ന കഥാപാത്രമാണ് കുറച്ചെങ്കിലും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത്. അലസാൻഡ്രോ നിവോള, ക്രിസ്റ്റഫർ എബർട്ട് എന്നിവരാണ് യഥാക്രമം റൈനോ ആയിട്ടും ഫോറിനറായിട്ടും വന്നിട്ടുള്ളത്. കഥാപാത്രങ്ങൾക്ക് വേണ്ട സ്വാഗർ ഇവരുടെ പെർഫോമൻസിൽ ഉണ്ടെങ്കിലും ഒരുമാതിരി ഫാമിലി ഡ്രാമയിൽ കയറി വന്ന് വെറുപ്പിക്കുന്ന കോമഡി പീസുകളായിട്ട് ഒരു സമയം കഴിയുമ്പോൾ ഇവർ മാറുന്നുണ്ട്. കാലിപ്സോ എന്ന കഥാപാത്രമായി വന്നിട്ടുള്ള അരിയാന ഡിബോസ് സ്ഥിരം നായിക കഥാപാത്രത്തെ പോലെ നായകന്റെ കഥയിൽ പ്രാധാന്യമുണ്ടെങ്കിലും പെർഫോം ചെയ്യാൻ കാര്യമായി ഒന്നും തന്നെ ഇല്ലാത്തൊരു കഥാപാത്രമായിട്ട് ഒതുങ്ങി. JC ചാൻഡറിന്റെ ക്രേവൻ ദ ഹണ്ടർ വളരെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതുപോലത്തെ ഒരു ഫീൽ വരുന്ന സിനിമയാണ്. സോണി ഈ യൂണിവേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഒരർത്ഥത്തിൽ ഈ സിനിമ. ഒറിജിൻ സ്റ്റോറി ആവുകയും വേണം, എന്നാൽ അതിൻ്റെ അകത്ത് ഒരുപാട് കഥാപാത്രങ്ങളും വേണം എന്നുള്ള അവസ്ഥയാണ് പടത്തിനുള്ളത്. ഓർമ്മയിൽ നിലനിൽക്കാത്ത കുറേ ആക്ഷൻ സീക്വൻസുകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഒരു സാധാ സൂപ്പർ ഹീറോ സിനിമ മാത്രമാണ് ക്രേവൻ. മാഡം വെബ് അടിപൊളി സിനിമയാണ് എന്ന സോണി പിക്ചേഴ്സ് CEO ടോണി വിൻസെക്യൂറയുടെ അതേ അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്.